ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായി ശ്രീലങ്കൻ പര്യടനം കഴിഞ്ഞതിന് ശേഷവും ഗംഭീർ തന്നെ തുടരുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഗംഭീർ ഈ ടെസ്റ്റിന് മുമ്പായി വലിയ സമ്മർദ്ദത്തിലാണ്. നമുക്കറിയാം ഇന്ത്യയിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങൾ ന്യൂസിലാൻഡിനെതിരെയും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ഇന്ത്യ തോൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനൊപ്പം ഈയിടെയുള്ള വൈറ്റ് ഫോർമാറ്റിൽ അടക്കമുള്ള ഗംഭീറിന്റെ കീഴിലുള്ള ഇന്ത്യൻ ടീം തോൽക്കുന്നതും വലിയൊരു വിഷയമായി നിൽക്കുകയായിരുന്നു. എങ്കിൽ കൂടിയും ഈ വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനം ഗംഭീറിനൊരു വാട്ടർലൂ ആയി മാറിയേക്കുമെന്നുള്ള ചർച്ചകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതൊരു അഗ്നി പരീക്ഷയാണ്. ഈ ടെസ്റ്റ് പരമ്പരയിൽ കൂടി തോക്കുകയാണെങ്കിൽ BCCI ഗംഭീറിനെ കോച്ച് സ്ഥാനത്ത് നിന്നും മാറ്റും എന്നുള്ള സ്പെക്കുലേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ തീരുമാനപ്രകാരം BCCI തീരുമാനമെടുത്തിരിക്കുന്നത് ഗംഭീറിനെ ഈ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷവും കോച്ചായി തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം നിലനിർത്താൻ പോകുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിന് പ്രധാനമായും 2-3 കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം വരാനിരിക്കുന്ന ICC ടൂർണമെൻറ്റുകളും അതുപോലെ ഏഷ്യൻ പരമ്പരകളും ഒക്കെയാണ്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു കോച്ചിനെ മാറ്റുകയാണെങ്കിൽ പുതിയൊരു കോച്ചിനെ കൊണ്ടുവരുന്നതും ആ കോച്ച് ഈ ടീമുമായി സിങ്ക് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു സമയബന്ധിതമായ അല്ലെങ്കിൽ സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് BCCI ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ വലിയ ടൂർണമെൻറ്റുകൾ നമുക്കറിയാം അടുത്ത വർഷം ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനു മുമ്പായി ഗംഭീറിനെ മാറ്റുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് പ്രായോഗികമല്ല എന്നാണ് BCCI വൃത്തങ്ങളിൽ നിന്ന് വരുന്നുള്ള വാർത്തകൾ. അതിനൊപ്പം VVS ലക്ഷ്മണനെ കോച്ചായി ഗംഭീറിന് പകരം കോച്ചായി നിയമിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ലക്ഷ്മൺ ഇപ്പോൾ കോച്ച് സ്ഥാനത്തേക്ക് എത്താൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെ നിൽക്കുമ്പോൾ ഗംഭീറിനെ ഈ വരാനിരിക്കുന്ന ഈ ടെസ്റ്റ് പരമ്പരയിലെ റിസൾട്ട് എന്തുതന്നെയായാലും അത് ജയമോ തോൽവിയോ എന്തുതന്നെയായാലും അദ്ദേഹത്തെ കോച്ച് സ്ഥാനത്ത് നിലനിർത്തുകയും വരാനിരിക്കുന്ന 2027 ഏകദിന ലോകകപ്പ് വരെ അദ്ദേഹത്തിന്റെ കോച്ച് പദവി നീട്ടിക്കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പിന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ക്രിക്കറ്റിലെ തലമുറ മാറ്റമാണ്. ഗംഭീറിന്റെ കീഴിൽ ടെസ്റ്റിൽ ഇന്ത്യ നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് നമുക്കറിയാം. എങ്കിൽ കൂടിയും ഗംഭീറിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ടെസ്റ്റിലെ അധികാരായ പല താരങ്ങളും വിരമിച്ചത് ഈ ഗംഭീർ കോച്ചായിരുന്ന കാലഘട്ടത്തിലാണ്. പല സീനിയർ താരങ്ങളും ടീമിൽ നിന്നും മാറി നിൽക്കുകയും പലപ്പോഴും ഗംഭീറിന് കൃത്യമായിട്ടും ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ടീമിനെ ലഭിച്ചിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ്. ഗംഭീറിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഗംഭീർ കോച്ചായ സമയത്താണ് ഇന്ത്യൻ ടീമിലെ വിരാട് കോഹ്ലിയും അജിങ്ക്യ രഹാനെയും ചേതേശ്വർ പുജാരയും രോഹിത് ശർമ്മയും രവിചന്ദ്ര അശ്വിൻ അടക്കമുള്ളവർ വിരമിക്കുകയോ അല്ലെങ്കിൽ ടീമിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ടീം എന്ന രീതിയിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ കീഴിൽ ടീമിലുള്ള ഒട്ടുമുക്കാൽ പേരും പുതിയ താരങ്ങളുമായിട്ടാണ് ഗംഭീർ ടെസ്റ്റ് മത്സരങ്ങൾക്ക് ഇറങ്ങിയത്. അപ്പോൾ ഗംഭീറിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഒരു തലമുറ മാറ്റത്തിൻ്റെ സമയത്ത് കോച്ചായി നിന്ന ആൾ എന്ന രീതിയിൽ ആ തലമുറയെ കൃത്യമായി നയിക്കേണ്ട അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കേണ്ട ചുമതല ഗംഭീറിനെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് BCCI വൃത്തങ്ങൾ അവർ കരുതുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ പുതിയ ടീമിനൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ഗംഭീറിൻ്റെ കീഴിൽ വന്നവരാണ് ഈ ടീമിലെ ഒട്ടുമിക്ക പേരും എന്നുള്ളതിനാൽ ഗംഭീറിന് തന്നെയാണ് ഇതിനുള്ള ഉത്തരവാദിത്തമെന്നും അടുത്ത പരമ്പരകൾ ഒരു 3-4 പരമ്പരകൾ കൂടി അദ്ദേഹം ടെസ്റ്റ് ടീമിൻ്റെ കോച്ചായി റിസൾട്ട് എന്തു തന്നെയായാലും കോച്ചായി നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും പറയപ്പെടുന്നു. അതിനൊപ്പം പരിക്കുകൾ നമുക്കറിയാം, നിരന്തരം പരിക്കുകൾ അലട്ടുന്ന ഒരു ടീമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. പലപ്പോഴും ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച പ്ലേയിങ് 11 ഉൾപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും BCCI പരിഗണിക്കുന്നു എന്നും ഗംഭീറിനെ തന്നെ കോച്ചായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഗംഭീറിന്റെ കോച്ച് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ലോകകപ്പും ഒരു ചാമ്പ്യൻസ് ട്രോഫിയും അദ്ദേഹത്തിന്റെ കീഴിലാണ് ടീം ഇന്ത്യ നേടിയിരിക്കുന്നത്. 2025 ചാമ്പ്യൻസ് ട്രോഫിയും അതുപോലെ തന്നെ 2026 T20 ലോകകപ്പും ഇന്ത്യ നേടിയത് ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷമാണ്. അപ്പോൾ ഗംഭീറിന്റെ വൈറ്റ് ഫോർമാറ്റിലെ ഏറ്റവും മികച്ച രീതിയിൽ ഇന്ത്യക്ക് ICC കിരീടങ്ങൾ നേടിക്കൊടുത്ത കോച്ച് എന്ന പൊസിഷൻ തീർച്ചയായും BCCI പരിഗണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഗംഭീറിന്റെ ഈ ടെസ്റ്റിലും കൂടി അദ്ദേഹത്തിന്റെ അപ്രമാദിത്വം ഒരു പുതിയ ടീമായതിനാലാണ് അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സാധിക്കാത്തത് എന്നും BCCI വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് മത്സരങ്ങൾ ഗംഭീറിന് ഒരിക്കലും ആ ടെസ്റ്റ് പരമ്പരയിലെ ഇന്ത്യയുടെ തോൽവിയോ വിജയമോ ഗംഭീറിന്റെ പൊസിഷനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. നമുക്കറിയാം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കോച്ച് പദവി സമ്മിശ്ര വിജയങ്ങൾ അല്ലെങ്കിൽ സമ്മിശ്ര ഫലം അനുഭവിക്കപ്പെട്ട കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഫോർമാറ്റിൽ അദ്ദേഹത്തിൻ്റെ ടീം എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ അപ്രമാദിത്വം കാണിച്ചിട്ടുണ്ടെങ്കിലും ടെസ്റ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ അഗ്നി പരീക്ഷ നേരിട്ടത്. ടെസ്റ്റിൽ ന്യൂസിലാൻഡിനെതിരെ തോൽക്കുന്നു. അതും ന്യൂസിലാൻഡ് ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്ന് ആ സീരീസ് വൈറ്റ് വാഷ് ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്ത് ന്യൂസിലാൻഡ് ഏതാണ്ട് 27-30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ വന്നൊരു ടെസ്റ്റ് മത്സരം ജയിക്കുക എന്ന അവസ്ഥ തന്നെ ഉണ്ടായത്. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയും ഇവിടെ വന്ന് ഇന്ത്യയെ തോൽപ്പിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ പോയുള്ള പരമ്പരയിലും ഇന്ത്യ തോൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
ടെസ്റ്റ് മത്സരങ്ങളിലെ തോൽവി വലിയ രീതിയിൽ വിമർശന വിധേയമായിട്ടുണ്ടെങ്കിലും ഏകദിന T20 മത്സരങ്ങളിലെ റിസൾട്ടായിരുന്നു ഗംഭീറിൻ്റെ സ്ഥാനം ഇത്രയും കാലം നിലനിർത്തിയത്. അപ്പോൾ BCCI പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ശ്രീലങ്കയ്ക്കെതിരെയുള്ള പരമ്പരയ്ക്ക് ശേഷവും ഗംഭീറിനെ തന്നെ കോച്ചായി നിലനിർത്താനാണ് ആലോചിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള വാർത്ത.